സജോടെ നമ്മൾ നേരത്തെ തന്നെ ആദ്യം ചോദിച്ചത് സദ്യക്ക് നിൽക്കണോന്നാ ചോദിച്ചത്. സജോ ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു സദ്യയുടെ ഭാഗത്ത് എവിടെയോ നിൽക്കുന്നത്. സജോ നേരത്തെ ദർശനത്തിൽ നിൽക്കുന്ന ആളുകളുടെ കൂടെയായിരുന്നു. ഇപ്പൊ നേരെ എനിക്ക് തോന്നുന്നത് സദ്യ ഉണ്ടാക്കുന്ന അവിടെ എത്തിയെന്നാണ് തോന്നുന്നത്. നമുക്കൊന്ന് ചോദിക്കാവുന്നതാണ്, സദ്യ അറിയോന്ന് അല്ലേ? സജോ അറിയോ? ചിക്കൻ പരട്ട് ഉണ്ടാക്കും. സജോ, ഗുഡ് മോർണിംഗ്, ഹാപ്പി ഓണം. സജോ എവിടെയാണ് നിൽക്കുന്നത്? എങ്ങനെയുണ്ട് ഒരുക്കങ്ങളൊക്കെ തൃക്കാക്കരയിൽ? ഗംഭീര ഓണസദ്യയാണ് തൃക്കാക്കരയിലെ. ഞാൻ തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിന്റെ ഊട്ടുപുരയിലൂടെ കലവറയിലാണ് യഥാർത്ഥത്തിൽ നിൽക്കുന്നത്. സദ്യവട്ടങ്ങൾ അതിന്റെ ഒരുക്കങ്ങൾ സജീവമായി പുരോഗമിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയാൽ കാണാം. അതായത് ഈ വാമനമൂർത്തി ക്ഷേത്രം എന്നത് കേരളത്തിലെ തന്നെ അപൂർവമായ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം എന്ന നിലയ്ക്കുള്ള പ്രത്യേകതയുണ്ട്. മഹാബലിയെ സ്വീകരിക്കുന്നത് തിരുവോണ ഉത്സവം നടക്കുന്ന ക്ഷേത്രം എന്ന സവിശേഷമായ പ്രത്യേകതയുണ്ട്. ഒപ്പം തിരുവോണ സദ്യ അത് ഇവിടുത്തെ ആചാരപരമായ ഉത്സവത്തിന്റെ തന്നെ ഭാഗമാണ്. നമുക്ക് ഇങ്ങനെ ദൃശ്യങ്ങളിൽ കാണാം. ഇവിടെ എല്ലാം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഓരോന്നായി വിഭവങ്ങൾ ഓരോന്നായി തയ്യാറാകുന്നു. നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് പോയാൽ ഇതാ ഇവിടെ കാണാം. നമുക്ക് വ്യത്യസ്ത തരം പായസങ്ങൾ ഒക്കെ ഇവിടെ തയ്യാറാക്കുന്നുണ്ട്. നമ്മളോടൊപ്പം ഇവിടുത്തെ പാചക വിദഗ്ധർ കൂടി ചേരുന്നുണ്ട്. അതിന്റെ ചുമതലയുള്ള ആളുകൾ കൂടിയുണ്ട്. നമുക്ക് അവരോടുകൂടി നമുക്ക് ചോദിക്കാം. നമുക്ക് ഇവിടെ നമ്മുടെ ജയപ്രകാശ് എടത്തല, അദ്ദേഹമാണ് ഇതിന്റെ ചുമതല. അദ്ദേഹം ഈ പാചക കലാ വിദഗ്ധനാണ്. ഇതിന്റെ ചുമതല. നമ്മൾ ഇവിടെ എത്ര തരം പായസമുണ്ട്? 2 തരം പായസമാണുള്ളത്. ഗോതമ്പ് പ്രഥമനും പാലട പ്രഥമനുമാണ് ഉള്ളത്. ഇന്ന് എത്ര മണിക്ക് ഇവിടെ നമുക്ക് ഭക്തജനങ്ങൾക്ക് സദ്യ കൊടുത്ത് തുടങ്ങാൻ കഴിയും? എത്ര പേർക്കാണ് നമ്മൾ കൊടുക്കാനായിട്ട് ഏറെക്കുറെ പദ്ധതിയിട്ടിരിക്കുന്നത്? രാവിലെ ഒരു 10:30 മുതൽ സദ്യ ആരംഭിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനു മുമ്പ് ഉദ്ഘാടന ചടങ്ങുകളെല്ലാം ഉണ്ടാവും. ഒരു 20 മുതൽ 25,000 പേര് വരെ വന്നാലും സദ്യ കൊടുക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഇന്ന് ഭക്തജനങ്ങൾ 25,000 കടന്നാലും നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഇത് പാലട പ്രഥമൻ 4 പാത്രം 4 വാർപ്പ് നിറയേണ്ട പൂർത്തിയായി കഴിഞ്ഞു. നമുക്ക് പറഞ്ഞു തുടങ്ങിയാൽ ഇത് തോരൻ, ക്യാബേജ് തോരനാണ്. ഇതും ക്യാബേജ് തോരൻ തന്നെ. അത് അതെ അതെ അതെ. നമ്മുടെ ഇവിടുത്തെ തൃക്കാക്കരയുടെ പ്രത്യേകതകളും ആചാരവും പാരമ്പര്യവും ഒക്കെ വെച്ചിട്ടുള്ള വിഭവങ്ങളാണ്. തീർച്ചയായിട്ടും നമ്മുടെ വിഭവങ്ങൾ. അപ്പോ വിഭവങ്ങളെല്ലാം ഒരുക്കി കഴിഞ്ഞു. അപ്പൊ ഇത് എത്ര മണിക്ക് തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ? ഒരു 3-4 മണിക്ക് തുടങ്ങിയിട്ടുണ്ടാവും. ഞങ്ങളോട് ചോദിച്ചല്ലോ സദ്യ ഉണ്ടാക്കാൻ അറിയാം. സദ്യ ചില ഐറ്റങ്ങൾ സാമ്പാർ ഉണ്ടാകും, പപ്പടം നന്നായി ഉണ്ടാകും, മാത്രമല്ല ചില ഭക്ഷണ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ അറിയാം കേട്ടോ. മാത്രമല്ല ഞങ്ങള് ശബരിമലയിൽ ഞാൻ ഇടക്കാലത്ത് ഈ ഓണത്തിന്റെ ദിവസങ്ങളിൽ പോകുമായിരുന്നു. ഒരു 6-7 വർഷം തുടർച്ചയായിട്ട് ശബരിമലയിൽ ഉത്രാടത്തിന് പോയിട്ട് തിരുവോണത്തിന്റെ സദ്യ ഉണ്ടാക്കുന്ന കൂട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ അറിയാൻ ബുദ്ധിമുട്ടുള്ളത് ഏതാണെന്നറിയോ? ഏറ്റവും കൂടുതൽ പൊളിച്ച് നമ്മൾ മടുക്കുന്നൊരു സംഭവം. ഒന്ന് സവാള, കുഞ്ഞുള്ളി, വെളുത്തുള്ളി. പക്ഷെ അതിനേക്കാൾ ബുദ്ധിമുട്ടുള്ള സാധനമുണ്ട്, ഈ കാബേജില്ലേ. കാബേജ് ഇങ്ങനെ അരിഞ്ഞരിഞ്ഞ് തള്ളുന്നൊരു കാര്യമുണ്ട്. അപ്പോൾ ശബരിമലയിലൊക്കെ ഒരു ഭയങ്കര രസമാണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും, പക്ഷെ നിങ്ങൾക്ക് ഇനി കുറച്ച് വർഷങ്ങൾ കൂടി കാത്തിരിക്കേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ അത് പറഞ്ഞ് വിവാദം അല്ലെ, വേണ്ട ഡോണ്ട് ഡു എന്നാണ് അല്ലേ. അപ്പോൾ ആ സമയത്ത് അവിടെ പോകുന്ന സമയത്ത് അന്ന് ആരോഗ്യമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് ഈ ഓണാഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കണം. ശരിക്കും സീസണപ്പുറം ഈ തിരുവോണത്തിന് മുമ്പ് നല്ല രസമാണ്. അവിടെ ഭക്തന്മാരെല്ലാം ഒരുമിച്ച് ഇങ്ങനെ കഴിയും. അങ്ങനെ അനുഭവം കൂടി